നമസ്കാരം, ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 23. അങ്ങനെ നാളെ മുതൽ നമ്മൾ ഈ കലണ്ടർ മാസത്തിലെ നാലാമത്തതും അവസാനത്തേതുമായ ആഴ്ചയിലേക്ക് എൻ്റർ ആകാൻ വേണ്ടി പോവുകയാണ്. ചൊവ്വാഴ്ചയോടുകൂടി നിഫ്റ്റിയുടെയും വ്യാഴാഴ്ചയോടുകൂടി സെൻസെക്സിന്റെയും മന്ത്ലി കോൺട്രാക്ട്സുകളുടെ എക്സ്പയറി ആയതിനാൽ തന്നെ ഈ ആഴ്ചയിൽ മാർക്കറ്റിൽ ശക്തമായ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഈ വരാൻ പോകുന്ന ആഴ്ചയിലേക്ക് വിശദമായി വരുന്നതിന് മുന്നേ ആയിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ ഇന്ത്യൻ മാർക്കറ്റിന്റെ പ്രകടനത്തെക്കുറിച്ച് വേഗത്തിൽ ഓടിച്ചു നോക്കിയിട്ട് വരാം. ആദ്യ 3 ട്രേഡിംഗ് സെഷനുകളിൽ ഇന്ത്യൻ മാർക്കറ്റിന് ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും തുടർന്ന് വ്യാഴാഴ്ച ഉണ്ടായ ശക്തമായ നേട്ടവും പിന്നീട് വെള്ളിയാഴ്ച നേരിയ നേട്ടത്തോടുകൂടി തന്നെ ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായെങ്കിലും വീക്ക്ലി ബേസിസിൽ 110 പോയിന്റുകളുടെ ഇടിവ് നിഫ്റ്റിക്ക് നേരിടേണ്ടി വന്നപ്പോൾ ഇന്ത്യ വിക്സിന് അതേസമയം വീക്ക്ലി ബേസിസ് ഫ്ലാറ്റ് ആയിട്ട് തന്നെ ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. അതിനാൽ തന്നെ തുടർച്ചയായി ഇത് 4ാമത്തെ ആഴ്ചയിലും ഇന്ത്യൻ മാർക്കറ്റിന് വീക്ക്ലി ബേസിസിൽ ഇടിവ് തുടരുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇനി ഈ വരാൻ പോകുന്ന ആഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒത്തിരിയേറെ ഘടകങ്ങൾ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇറാൻ US ടെൻഷൻസ് തന്നെയാണ്. കാരണം ഈ വീക്കെൻഡോടുകൂടി വന്ന റിപ്പോർട്ടുകൾ പ്രകാരം പലവിധ മാധ്യമങ്ങൾ വഴി അറിഞ്ഞിട്ടുണ്ടാകും നിലവിൽ USഉം ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാദിപ്രതിവാദങ്ങൾ, അതായത് സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം നാളെ ഔദ്യോഗികമായി തന്നെ USന്റെ ഭാഗത്ത് നിന്നും ട്രഷറി സെക്രട്ടറിയായ സ്കോട്ട് ബെൻസന്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉപരോധം ഇറാന്റെ മേലിൽ ഏർപ്പെടുത്തുവാനായിട്ടുള്ള പ്രഖ്യാപനം നടത്തുവാനായിട്ട് പ്രസ് കോൺഫറൻസ് വിളിച്ചതായിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെങ്കിലും USന്റെ ഈ നടപടികളെ തുടർന്ന് ഇറാന്റെ ഭാഗത്ത് നിന്നും അയൽ രാജ്യങ്ങളായിട്ടുള്ള GCC രാജ്യങ്ങൾക്ക് ഓൾറെഡി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. GCC രാഷ്ട്രങ്ങൾ USുമായിട്ട് ഇറാനെതിരായിട്ടുള്ള സാമ്പത്തിക ഉപരോധത്തില് പങ്കുചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ തിരിച്ചടികൾക്ക് തങ്ങളുടെ അയൽപക്ക രാജ്യങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള പ്രസ്താവനയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നതും. അതിനാൽ തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ആശങ്കകളിലേക്ക് കടക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുന്നത്. കൂടാതെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ ആശ്രയിച്ചിട്ടാണ് എണ്ണയുടെ വിലയിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും US ഇറാൻ ടെൻഷൻസും കൂടാതെ എണ്ണയുടെ വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ തന്നെയായിരിക്കും മാർക്കറ്റിനെ ഏറ്റവും പ്രധാനമായി സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നമുക്കറിയാം വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിച്ച ആദ്യഘട്ടത്തില് ഏകദേശം പെർ ബാരലിന് എണ്ണയുടെ വില $70 നിന്നും 10 മടങ്ങോളം വർദ്ധിച്ചുകൊണ്ട് $130 അടുത്തേക്കായിട്ട് എത്തിച്ചേർന്നിരുന്നു. എന്നാൽ പിന്നീട് നടന്ന താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ കരാറിനെയൊക്കെ തുടർന്നായിരുന്നു വീണ്ടും എണ്ണയുടെ വില $80 താഴേക്കായിട്ട് എത്തിച്ചേർന്നതെങ്കിലും കഴിഞ്ഞ ആഴ്ചയിലും എണ്ണയുടെ വില താരതമ്യേന ഉയരുന്ന കാഴ്ചയും കാണുവാനായിട്ട് സാധിച്ചിരുന്നു. ഏകദേശം $85 മുകളില് ബ്രെന്റ് ക്രൂഡിന്റെ വില മറികടക്കുകയും ചെയ്തിരുന്നു. എങ്കിലും വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം എണ്ണയുടെ വിലയിൽ ഗണ്യമായ ഇടിവൊന്നും അനുഭവപ്പെട്ടതുമില്ല. ബ്രെന്റ് ക്രൂഡ് 93.87 എന്ന നിലയിൽ ഫ്ലാറ്റ് ആയിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില 0.5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 86.64 എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തത്. എന്നിരുന്നാൽ കൂടിയിട്ടും ലോകത്താകമാനം നിലവിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഈ പറഞ്ഞ USന്റെ ഇറാനെതിരെയുള്ള സാമ്പത്തികമായിട്ടുള്ള ഉപരോധത്തെക്കുറിച്ച്. അതിനാൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഇതിനെ തുടർന്ന് ഈ വരുന്ന ആഴ്ചയിൽ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റിനെ മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിനെയും ശക്തമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിലെ ആദ്യ ട്രേഡിംഗ് സെഷനുകളിൽ US ബോണ്ട് ഈൽഡുകൾ ശക്തമായ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിൽ പിന്നീട് US ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ബോണ്ടുകളുടെ ബൈബാക്ക് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ദിവസം അവർക്ക് കൂൾ ഓഫ് ആകുവാൻ സാധിച്ചെങ്കിലും പിന്നീട് വെള്ളിയാഴ്ചയും USലെ ബോണ്ട് ഈൽഡുകൾ ഹീറ്റപ്പ് ആകുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിക്കുക. വെള്ളിയാഴ്ച USലെ 10-year ബോണ്ട് ഈൽഡ് 6.8% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് അതിന് 2 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്കായിട്ട് എത്തിച്ചേർന്നപ്പോൾ 30-year ബോണ്ട് ഈൽഡ് 5.276% വർധനവ് രേഖപ്പെടുത്തി. അതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും USലെ ബോണ്ട് ഈൽഡുകൾ ശക്തമായി ഉയർച്ച രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള എമർജിംഗ് മാർക്കറ്റുകൾക്ക് ദോഷം ചെയ്യും. കാരണം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു റിസ്ക് ഒന്നും കൂടാതെ USലെ ബോണ്ട് ഈൽഡിൽ നിന്നും മാന്യമായിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുന്നതിനാൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ അത് ക്ഷീണം ഏൽപ്പിക്കുകയും ചെയ്യും. ഇനി അതല്ല അവയ്ക്ക് കൂൾ ഓഫ് ആകുവാൻ സാധിക്കുകയാണെങ്കിൽ വീണ്ടും അത് നമ്മുടെ മാർക്കറ്റിനെ സ്റ്റെബിലിറ്റി കൈവരിക്കുവാനും സഹായിക്കും. ആയതിനാൽ തന്നെ US ബോണ്ട് ഈൽഡുകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും വരുന്ന ആഴ്ചയിൽ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നും ഈ ആഴ്ച ഡൊമസ്റ്റിക്കലി നമ്മുടെ മാർക്കറ്റിനെ കാര്യമായ രീതിയിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം പ്രധാനപ്പെട്ട ചില ഡേറ്റകൾ ഉണ്ടെങ്കിലും അവ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷമാണ്
ഈ ആഴ്ച ഇന്ത്യയിൽ നിന്നും. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടി ജൂലൈ മാസത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റയുടെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള റിലീസും കൂടാതെ ജൂലൈ മാസത്തെ തന്നെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡേറ്റയുടെയും റിലീസുകളാണ് നടക്കാനുള്ളതും. എന്നാൽ അതേസമയം ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഈവന്റുകൾ യുഎസിൽ നിന്നും ഈ ആഴ്ച ലൈനപ്പ് ചെയ്തിട്ടുമുണ്ട്. ബുധനാഴ്ച 26-ാം തീയതി ജൂലൈ മാസത്തെ പേഴ്സണൽ സ്പെൻഡിംഗിന്റെയും പേഴ്സണൽ ഇൻകത്തിന്റെയും ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ്, കോർ PCI പ്രൈസ് ഇൻഡെക്സ് തുടങ്ങിയ ഡേറ്റകളുടെ ജൂലൈ മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള ഡേറ്റകളുടെ റിലീസ് നടക്കാനിരിക്കുന്നു. ഈ ഡേറ്റകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം തുടർന്ന് വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷമാണെങ്കിൽ കൂടിയിട്ടും ഇന്ത്യൻ സമയം രാത്രി 7:30യോടുകൂടി യുഎസിൽ നിന്നും ഫെഡ് ചെയർമാൻ കെവിൻ വാഷറിന്റെ സ്പീച്ച് നടക്കാനുള്ളതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഈ സ്പീച്ചിനെ ബുധനാഴ്ച നടക്കാനിരിക്കുന്ന ഈവന്റുകളുടെ റിസൾട്ടുകൾ കാര്യമായ രീതിയിൽ തന്നെ സ്വാധീനിക്കുകയും ചെയ്യും. കെവിൻ വാഷറിന്റെ സ്പീച്ചും വരുന്ന ആഴ്ച സ്വാധീനിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മാർക്കറ്റിന്റെ വ്യാപാരം അവസാനിക്കുമെങ്കിലും അതിന്റെ അനുരണനങ്ങൾ 1-2 ദിവസങ്ങൾക്ക് മുന്നോടിയായിട്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റ് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും അനുഭവപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. ഏകദേശം കഴിഞ്ഞ വീക്കെൻഡോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിലെ Q1 ഏർണിംഗ്സിന്റെ റിലീസുകൾ കെട്ടടങ്ങിയെങ്കിലും കോർപ്പറേറ്റ് ഇവന്റ്സുകൾക്ക് യാതൊരു വിധത്തിലുള്ള കുറവും വന്നിട്ടില്ല. ഈ വരുന്ന ആഴ്ചയിലും ഏകദേശം 67 സ്റ്റോക്കുകളുടെ എക്സ് ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇവന്റുകളും ഉള്ളതിനാൽ തന്നെ കോർപ്പറേറ്റ് ഇവന്റ്സുകളും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് നയിക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച 14 കമ്പനീസിന്റെ കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ളപ്പോൾ ചൊവ്വാഴ്ച 25-ാം തീയതി 13 കമ്പനീസിന്റെയും ബുധനാഴ്ച 26-ാം തീയതി ഒരു കമ്പനിയുടെയും ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച 6 കമ്പനികളുടെയും തുടർന്ന് ഓഗസ്റ്റ് 28-ാം തീയതി വെള്ളിയാഴ്ച ഏകദേശം 33 കമ്പനികളുടെയും കോർപ്പറേറ്റ് ഇവന്റ്സുകളാണ് നടക്കാനുള്ളതും. ഓരോ ദിവസവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ഇവന്റ്സുകളുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷനും ചെയ്യാം. ഇനി ഈ വരാൻ പോകുന്ന ആഴ്ചയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് മുകളിലേക്ക് ഒരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 24,450 എന്ന ലെവലിൽ ഒരുപക്ഷെ ശക്തമായ റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. ഈ ലെവലും ഭേദിച്ചുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നുകൊണ്ട് വീണ്ടും തുടർന്ന് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ ഒരുപക്ഷെ 24,750 എന്ന ലെവലിൽ ശക്തമായ റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ മാറിയേക്കാം വീക്കിലി ബേസിസിൽ. അതിനാൽ തന്നെ 24,750 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് പുതിയ ഉയരങ്ങളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം വീക്കിലി ബേസിസിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ ആണെങ്കിലും 23,900 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലുമാണ്. ആയതിനാൽ തന്നെ ഈ വരുന്ന ആഴ്ചയിൽ 23,900 എന്ന ലെവൽ നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ശക്തമായി ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷർ വർദ്ധിക്കുവാനും ബിയേഴ്സ് അവരുടെ ഗ്രിപ്പ് വീണ്ടും ടൈറ്റൻ ചെയ്യാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഏതാനും നാളുകൾക്ക് ശേഷം അവസാനം 3 ആഴ്ചയിൽ തുടർച്ചയായി വീക്കിലി ബേസിസിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് ആയിരുന്നു തുടർന്നതെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ അതിന് വിഭിന്നമായിട്ടുള്ള ഒരു ആക്ഷനാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തത്. 3 ട്രേഡിംഗ് സെഷനുകളിൽ അവർ സെല്ലിംഗ് ശക്തമാക്കിയപ്പോൾ 2 ട്രേഡിംഗ് സെഷനുകളിൽ കഴിഞ്ഞ ആഴ്ച അവർ നേരിയ തോതിൽ ബൈയിങ് നടത്തിയെങ്കിലും നെറ്റായിട്ട് 1,400 കോടി രൂപയ്ക്ക് മുകളിലുള്ള സെല്ലിംഗ് ആണ് അവരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തത്. എന്നാൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇതേ സമയം തുടർച്ചയായ 5 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് ബൈയിങ് ശക്തമാക്കുക തന്നെയുണ്ടായി. തുടർന്ന് ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ വീക്കിലി ബൈയിങ് ആണ് ഏകദേശം 14,500 കോടി രൂപയ്ക്ക് അടുത്ത് അവരുടെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ഇടിവിൽ നിന്നും ഒരു പരിധി വരെ ഇന്ത്യൻ മാർക്കറ്റിനെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പരിധി വരെ കരകയറുവാനും ഇന്ത്യൻ മാർക്കറ്റിന് സാധിച്ചത്. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസിൽ സംശയമൊന്നുമില്ലെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന ആക്ഷൻസും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ഗിഫ്റ്റ് നിഫ്റ്റിയിലും കാര്യമായ ചലനങ്ങളൊന്നും വന്നിട്ടില്ല. 43 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 24,329 എന്ന ലെവലിലായിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റിയും ക്ലോസിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. നാളത്തെ ഓപ്പണിംഗ് ലെവലൊക്കെ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷനും ചെയ്യാം. കാരണം നാളെ രാവിലെ 6:00 കൂടിയിട്ടേ വീണ്ടും ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വ്യാപാരം പുനരാരംഭിക്കുകയുമുള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഹൈലിങ്ക്സ് ടെക്നോളജീസ്, നാഗവെങ്കിട പത്മ ഭാസ്കർ,
കമ്പനിയുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ സ്ഥാനം രാജിവെച്ചു. ഡിക്കോറോസ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് വർഷ ജെയിനെ നിയമിക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ ഹൈദരാബാദിലെ ഒരു ഹൈപ്പർ സ്കെയിൽ ഡാറ്റാ സെന്റർ ക്യാമ്പസിലേക്ക് ഇലക്ട്രിക്കൽ കേബിളുകൾ വിതരണം ചെയ്യുന്നതിനായിട്ട് ഓറിയൻ പ്രോ സൊല്യൂഷൻസ് ലിമിറ്റഡിൽ നിന്ന് 52.86 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സയാജി ഹോട്ടൽസ് 2026 ഓഗസ്റ്റ് 20 ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഹോട്ടലിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ഓഗസ്റ്റ് 21 ഫസായി ലൈസൻസ് ഭാഗികമായിട്ട് സസ്പെൻഡ് ചെയ്തു. ഈ ഉത്തരവിനെതിരെ കമ്പനി പരിശോധന നടത്തുകയും തുടർ നടപടികൾ ആസൂത്രണം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. എസ്കോട്സ് കുബൂത്ത 2022-23 ഫിനാൻഷ്യൽ ഇയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെന്നൈ GST അതോറിറ്റിയിൽ നിന്നും 24.45 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. രത്നമണി മെറ്റൽസ് ആൻഡ് ട്യൂബ്സ് 10 രൂപ പെർ ഷെയർ നിലയിൽ ഡിവിഡൻഡ് നൽകുവാനായിട്ടുള്ള അംഗീകാരം ഷെയർ ഹോൾഡേഴ്സിന്റെ ഭാഗത്ത് നിന്നും കമ്പനിക്ക് ലഭിച്ചു. IRDA 75 പൈസ പെർ ഷെയർ നിലയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഫൈനൽ ഡിവിഡൻഡിന്റെ റെക്കോർഡ് ഡേറ്റ് സെപ്റ്റംബർ 11, 2026 ആണെന്ന് കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബസാർ സ്റ്റൈൽ റീറ്റെയിൽ കൊൽക്കത്തയിലെ ബാൻസ്ട്രോണിൽ പുതിയ സ്റ്റൈൽ ബസാർ സ്റ്റോർ കമ്പനി ആരംഭിച്ചു. ഇതോടുകൂടി കമ്പനിയുടെ ആകെ സ്റ്റോറുകളുടെ എണ്ണം 277 ആയിട്ട് വളർന്നു. ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി GSTയും പെനൽറ്റിയും ഉൾപ്പെടെ ഏകദേശം 3647 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡിനെതിരെ കമ്പനി നൽകിയ അപ്പീലിൽ GST അപ്പീൽ താനെ കമ്മീഷൻ തള്ളിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. വണ്ടർല ഹോളിഡേയ്സ് വെള്ളിയാഴ്ച ഓഗസ്റ്റ് 21 15.72 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. ഫെഡറൽ ബാങ്ക് ഗിഫ്റ്റ് സിറ്റി യൂണിറ്റ് വഴി $500 മില്യൺ സമാഹരിക്കുവാൻ കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. BR ഗോയൽ ഇൻഫ്രാസ്ട്രക്ചർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് 151.1 കോടി രൂപയുടെ പുതിയൊരു വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു.